ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ പറഞ്ഞോട്ട് ഇപ്പോൾ ഈ സമയത്ത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻറ്റ് വന്നിരുന്നു. രേണുസുധിയുടെ തലയിൽ പേനിനെ കുറിച്ച് എൻ്റെ വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല മറ്റു പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നിരുന്നു. അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത്, അനുമോള് പറഞ്ഞതിൽ അനുമോളെ എത്ര നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം അനുമോള് അങ്ങനെ ഹൈജീനിക്കും ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള രണ്ട് വ്യക്തികളെ പറയാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാണ്, ആളുടെ കണ്ണിൽ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അനുമോൾക്ക് മറ്റൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. പേനഴഞ്ഞ് നെറ്റിയിൽ വന്നിട്ട് അത് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടെന്ന് എന്നൊക്കെയുള്ള പരാമർശം ഒഴിവാക്കാമായിരുന്നു. കാരണം അതൊക്കെ ഒരാളെ മാനസികമായിട്ട് തളർത്തുന്നതും പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് അവരെ വലിച്ചിടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പിന്നെ രേണുസുധി ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത്, ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്ത് കാണുന്നതാണ് എല്ലാവർക്കും അറിയാം. അപ്പം കുട്ടിക്ക് ശരിയാണ്, തലയിൽ പേൻ നിറയായി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പുറത്ത് വെച്ച് തന്നെ ചെയ്തിട്ട് പോവുകയോ അല്ലെങ്കിൽ ബിഗ് ബോസിനോട് ആവശ്യപ്പെടാമായിരുന്നു. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിന് വേണ്ട സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തരണം, എൻ്റെ തലയിൽ പെയിൻ കളയാൻ അറ്റ്ലീസ്റ്റ് ഒരു പെയിൻ ചീപ്പെങ്കിലും തരണമെന്ന് പറയാമായിരുന്നു. മറ്റൊരു കാര്യം, ഈ കുട്ടി ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഒരു അബദ്ധം കാണിച്ചത് ഈ ബിഗ് ബോസിലോട്ട് പോകാൻ നേരത്ത് ഈ ഒരു എക്സ്റ്റൻഷൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ ചെന്നാൽ ഒരുപക്ഷെ ഇങ്ങനെ കുളിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ ഉള്ളത് പറഞ്ഞു വിട്ടു. അപ്പം അതിന് വേണ്ട പ്രിക്കോഷനായിട്ട് ഈ പറയുന്ന തൊട്ട് പെയിനും ഒക്കെ ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പോകാമായിരുന്നു. ആ ജിസയിൽ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ പുറത്ത് വെച്ച് തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്, ഞാൻ ഇരട്ടത്താപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു സംഭവം. അങ്ങനെ അല്ല അക്ബർ പറഞ്ഞ പോലെ ഒരു സംഭവം അല്ല ഇത്. കാരണം അക്ബർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഉടനെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ ആവശ്യകതയില്ല. രേണുസുധി ഉണ്ടെന്നും അത് പുറത്തു നിന്ന് അവർക്ക് ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അക്ബർ പറഞ്ഞാണത്. അതിൻ്റെ ആവശ്യമില്ല. അതിന് അക്ബറിനെ ആരും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. അനുമോൾ എന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ശരിയാണ്, ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പം നമ്മുടെ തലയിലൊക്കെ പെയിൻ കയറിയാൽ നമുക്ക് തന്നെ വലിയ പ്രശ്നമാണ്, അല്ലേ കുഞ്ഞുങ്ങളുടെ തലയിൽ ഇരിക്കുന്ന പെയിൻ കണ്ടാലും നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊരു മുതിർന്ന വ്യക്തിയുടെ തലയിൽ ഇതുപോലെ കാണുമ്പോഴത്തേക്ക് കൂടെയുള്ളവർക്ക് ഒന്നാമത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പടർന്ന് എല്ലാവർക്കും ആകുമല്ലോ. അപ്പം അതൊക്കെ പറഞ്ഞതിലൊരു തെറ്റെന്ന് പറയാനില്ല, പക്ഷെ ആ ഒരു എക്സ്പ്ലനേഷൻ ഒഴിവാക്കാമായിരുന്നു. എന്തായാലും ആള് ഭയങ്കര കരച്ചിലാണ്, വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ രേണുസുധി ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞു, അതൊരു പക്ഷെ ഇത്രയും ആൾക്കാർ കണ്ട് അതിനെക്കുറിച്ച് ആൾക്കാരിങ്ങനെ വൈറലാക്കുമല്ലോ. രേണുസുധിയെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. ഒരു മിക്കവാറും യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടന്റ് തന്നെ ഇതാണ്, രേണുസുധിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം പിന്നെയും ഈ പറയുന്ന കൂട്ട് ഒരു ക്യാമറ അറ്റൻഷൻ കിട്ടാനായിട്ട് അതിൻ്റെ മുൻപിൽ വന്ന് ഇത്രയും കരഞ്ഞു കൂവി നിലവിളിച്ചൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഏതായാലും ഇനി പോകുന്നവരാണെങ്കിലും ഇതൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. പോകുന്നവരെന്നല്ല, ഞാനും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം കണ്ടിട്ടുണ്ട്, ചില കുട്ടികളുടെ തലയിലും വലിയവരുടെ തലയിലും ഒക്കെ ഇങ്ങനെ പേൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ നമുക്കൊരു ഇറിറ്റേഷൻ തന്നെയാണ്. അത് പറയാണ്ട് വയ്യ. എന്നാൽ ചോദിക്കുക, എല്ലാവരുടെയും തലയിൽ പേനുണ്ടാവും, ശരിയാണ്. പക്ഷെ നമ്മളത് എത്രത്തോളം വൃത്തിയായിട്ട് കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഇതിന്. ഇത് മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണമായിരുന്നു ആ കുട്ടി അതിനകത്ത് പോകാൻ. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരാം.